ഹായ് നമസ്കാരം. അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററി ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് തൃക്കരിപ്പൂർ തട്ടാർകടവിലുള്ള മാപ്പിടിശ്ശേരി തറവാടും അതിൻ്റെ ഐതിഹ്യവുമാണ്. നമസ്കാരം. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും കാലം തെയ്യം കഴിക്കാതിരുന്നത്? തെയ്യം കാലം എന്ന് പറഞ്ഞാൽ മുമ്പിലെ ഗുരുകാരണന്മാർ ഇവിടുന്ന് തെയ്യം കൊണ്ടുപോയിട്ട് കൈക്കയിൽ ഒരു വീട്ടിൽ വെച്ചിട്ട് കൊണ്ടാടി. അത് പിന്നെ അവിടെ കൊണ്ടാടിക്കൊണ്ടുവന്നിട്ട് പിന്നെ അത് പാടെ നയിച്ചു. ഇവരിത് മുമ്പേ ഇവിടെ താമസിച്ച് വന്ന സ്ഥലം താമസവും തെയ്യം കഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായത് മുസ്ലിമിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ആ മുസ്ലിമിൻ്റെ സ്ഥലത്തുനിന്ന് ഇവരിപ്പം പിന്നെ അത് തെയ്യം ഇതെല്ലാമായിട്ട് വന്നപ്പോൾ പിന്നെ ആളിങ്ങനെ തെയ്യം കഴിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് സ്ഥലം മക്കളെ കൊടുത്തു. അതിനുശേഷമാണ് ഒരു വീട്ടിൽ കിട്ടുന്നത്. അതിപ്പോൾ പുതിയതായിട്ട് പ്രതിഷ്ഠയാണ്. 40-20 കഴിക്കാത്തത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നു. അപ്പോൾ ഇവരെ ശരിക്ക് മുരടി വീടാണ്. പിന്നെ മാപ്പിടിശ്ശേരിക്കാവാണ് പടവലത്ത് മോറ് അങ്കക്കുളവര ഭഗവതി. അതിപ്പോൾ ഇവിടെ അങ്കക്കുളവര ഭഗവതിയുണ്ട്, ഇത് രക്തയാമണ്ടിയുണ്ട്, ലോകനാഥ്. ആ 3 ദൈവങ്ങളും അടുത്ത ദൈവമാണ്. ബാക്കി ഇവർ കുടുംബങ്ങൾ പരിപാലിച്ചിട്ടുള്ള ദൈവങ്ങളാണ്. അതിപ്പോൾ ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ എന്തെല്ലാം തെയ്യങ്ങളാണ് ഉള്ളത്? ഇവിടെ ഇപ്പോൾ പിന്നെ പടവലത്ത് മോരെന്ന് പറഞ്ഞാൽ അങ്കക്കുളങ്ങര ഭഗവതി, പിന്നെ രക്തയാമണ്ടി, ലോകനാഥൻ, ഗുളികൻ, ധർമ്മയ, അങ്ങനെ 5 കോലങ്ങളാണ്. ഇവരാടെ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ടൊന്നും കെട്ടും കറിയൊന്നും കൊടുക്കാതെ ഇവർക്ക് വളരെ എന്തെല്ലോ വിഷമങ്ങൾ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഇന്നലെ നമ്മളാടെ ഇവർക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് കൂടുതൽ അറിയാണ്ട് പറയാൻ കഴിയില്ല. എൻ്റെ കുടുംബത്തിൻ്റെ കയ്യിലുണ്ടായ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് പിന്നെ എന്തോ ഒരു ചെറിയ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ട അനുഭവത്തിൽ കൂടെ അവിടെ അവരുടേതായ എന്തോ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ അവർക്കതൊരു ഇങ്ങനെ ആൾ പറഞ്ഞിട്ടാകുമ്പം അവർക്ക് ഇനി പ്രയാസപ്പെട്ടിട്ടോ എന്തോ അറിയില്ല. അവരത് ആദ്യം ഒരു തെയ്യം ഒരു 30 വർഷത്തിന് മുമ്പായിട്ട് ഒരു തെയ്യം അവർ കഴിച്ചിട്ട് ഈ സ്ഥലം അവർക്ക് ദാനായിട്ട് ഇവർക്ക് വിട്ടുകൊടുത്ത ഇതാണ്. അവരെന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെലവെടുത്ത് ചെയ്തത് എല്ലാവരും തന്നെ ചെയ്യുന്നത്. അന്നത്തെ എല്ലാ ചെലവും ഈ മുസ്ലിം കുടുംബം അവർ ചെയ്തിട്ട് ഇവർക്ക് വിട്ടുകൊടുത്ത സ്ഥലമാണ് ഇപ്പോൾ ഈ ഉള്ളത്. അതിനുശേഷം ഇപ്പോൾ 26 കൊല്ലം മുമ്പായിട്ട് ഒരു ഇത് നടന്നിട്ടുണ്ട്. അന്നേരവും വളരെ അവശതയിലാണ് അന്നത്തെ സാഹചര്യമൊക്കെ. അപ്പോൾ അതിനുശേഷം 26 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ വർഷം 24 കളിയാട്ടം കഴിക്കുന്നത്. ഈ ഇപ്പം നിൽക്കുന്ന ഈ കുതിരയുണ്ടല്ലോ, കുതിര മറ്റേ തറയെല്ലാം കിട്ടിയ ഒരു സ്ഥാനം, ഈ സ്ഥാനത്തിന് തൊട്ട് 15 വർഷത്തെ ആ തറവാട്ടിലെ ഒരു സ്ത്രീക്ക് എപ്പോഴെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വല്ലാത്ത വിഷമം. അവരെന്ന് പറഞ്ഞാൽ വളരെ മാനസിക വിഭ്രാന്തി കാട്ടിയെന്ന് പറഞ്ഞാൽ കിണറിൽ തുള്ളാൻ വേണ്ടി തോന്നി. അങ്ങനത്തെ എപ്പോഴും അവർക്കൊരു മനസ്സിനൊരു സ്വസ്ഥതയില്ല. അങ്ങനെ അവരെന്ന് പറഞ്ഞാൽ മറ്റേ ഇതിൻ്റെ തങ്ങളെ കാട്ടി കുറഞ്ഞ സമയത്ത് പറഞ്ഞു അവർ അടുത്ത് അവിടെ എന്തോ ഒരു മറ്റേ തെയ്യത്തിൻ്റെ തറവാടുണ്ട്. അതിന് വളരെ ശോച്യാവസ്ഥയിലാണ്. അതിപ്പോൾ നിങ്ങളുടെ കൈവശം ഇല്ലത്. അതാണ് ഇതിൻ്റെ പിന്നെ ഇതിനെല്ലാം കാരണം. അന്നേരം അവർ അതിൻ്റെ പ്രതിവിധി കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇതിൻ്റെ തറവാട്ടുകാരെ അന്വേഷിച്ചിട്ട് ഇവിടെ മേലിയാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ആ തറവാട്ടുകാരെ കണ്ട് കാര്യം പറഞ്ഞ് അവർക്കത് ഈ സ്ഥലം പതിച്ചു കൊടുക്കാം, അവർ തെയ്യം കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഉടമ അതിന് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത് ആദ്യത്തെ തെയ്യം ഇവിടെ കഴിക്കുന്നു. തൃക്കരിപ്പൂർ തട്ടാർകടവ് ശ്രീ മാപ്പിടിശ്ശേരി തറവാടിന്റെ ചരിത്രമറിയാൻ ഏകദേശം 50 വർഷം പുറകോട്ട് പോകേണ്ടി വരും. അന്ന് തട്ടാർകടവിലെ പ്രമുഖ മുസ്ലിം തറവാടിന്റെ അധീനതയിലായിരുന്നു തറവാട് നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലം. കുറച്ചുനാൾ മുമ്പ് വരെ കാട് മൂടിക്കിടക്കുന്ന ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു അത്.
50 60 വർഷങ്ങൾക്ക് മുൻപാണ്, കൃത്യമായി ആർക്കും തന്നെ ധാരണയില്ല, ആദ്യമായി അവിടെ തെയ്യം കെട്ടിയാടുന്നത്. അതിന് കാരണമായത് അന്ന് ആ പ്രദേശം കൈവശമുണ്ടായിരുന്ന മുസ്ലിം തറവാട്ടുകാരാണ്. അതിനെപ്പറ്റി അറിയുന്നവർ പറയുന്നത് ഇങ്ങനെയാണ്: തറവാട്ടിലെ ഒരു മുസ്ലിം സ്ത്രീക്ക് കാരണമറിയാതെ പല വിധത്തിലുള്ള മാനസിക വിഷമങ്ങളും വിഭ്രാന്തികളും ഉണ്ടാകുന്നു. പെട്ടെന്ന് കിണറ്റിൽ ചാടാൻ തോന്നുക, സ്വയം അപകടപ്പെടുത്താൻ ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവരറിയാതെ തന്നെ ചെയ്യുന്നു. അതിന് പരിഹാരം കാണാൻ അന്നത്തെ തറവാട്ടുകാരനവർ വിദഗ്ധരുടെ ഉപദേശം തേടി. അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ആ സ്ഥലം തെയ്യം കെട്ടിയാടുന്ന സ്ഥലമാണെന്നും അത് മുടങ്ങിയിട്ട് വർഷങ്ങളായെന്നും അറിയുന്നത്. അങ്ങനെ തറവാടുകാരനവർ മുൻകൈയെടുത്ത് മാപ്പിടിശ്ശേരി തറവാട്ടംഗങ്ങളെ കണ്ടെത്തുകയും തെയ്യം കെട്ടിയാടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അന്ന് തെയ്യം കഴിപ്പിക്കുന്നത്. പിന്നീട് പറയൻ കല്യാണി ദമ്പതികൾ അവിടെ ചെറിയൊരു കുടിൽ കെട്ടി താമസമാക്കി നിത്യവും വിളക്ക് വെച്ചു. അവരുടെ മരണശേഷം കുറച്ചുനാൾ അവരുടെ ബന്ധു ഇത് തുടർന്നു പോന്നു. അയാളുടെയും മരണശേഷം മറ്റാരും അത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായില്ല. അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ അതിനൊരു കാരണമായിരുന്നിരിക്കാം. പിന്നീട് വർഷങ്ങളോളം അവിടം കാട് മൂടിക്കിടന്നു. വർഷങ്ങൾക്ക് ശേഷം തറവാട്ടിലെ പിൻതലമുറക്കാർക്ക് പലതരത്തിലുള്ള വിഷമതകൾ കണ്ടപ്പോഴാണ് അവർ പ്രശ്നം വയ്പ്പിക്കുകയും തെയ്യം മുടങ്ങിയതിൻ്റെ അനന്തരഫലമാണെന്ന് അറിയുകയും ചെയ്തത്. അങ്ങനെ ഏകദേശം 26-28 വർഷങ്ങൾക്ക് ശേഷം തറവാട്ടംഗങ്ങൾ ഒത്തുകൂടി കാട് വെട്ടിത്തെളിച്ച് തറകെട്ടി തെയ്യങ്ങളെ ആവാഹിച്ചു വരുത്തി പ്രതിഷ്ഠിച്ചു. ഏപ്രിൽ 27-28 തീയതികളിലായി കളിയാട്ട മഹോത്സവവും അന്നദാനവും നടത്തി. സഞ്ചാര ഗുളികൻ, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, അങ്കക്കുളങ്ങര ഭഗവതി, ധർമ്മദൈവം തുടങ്ങിയവയായിരുന്നു പ്രധാന തെയ്യക്കോലങ്ങൾ. ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കർമ്മമാണ് തെയ്യം. ഓരോ കാവുകളും പ്രദേശങ്ങളും പലതരത്തിലുള്ള തെയ്യക്കഥകളാൽ മുഖരിതമാണ്. ഇതുപോലുള്ള 100 കഥകൾ ഓരോ തറവാട് ക്ഷേത്രത്തെ പറ്റിയും ഉണ്ടാകും. ആ കഥകൾ കേൾവിക്കാർക്ക് സമ്മാനിക്കുന്നത് അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞ ഒരു മായാലോകമാണ്.